അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിപ്പം പെരിന്തൽമണ്ണയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ മാറിയിട്ട് നമ്മൾ ശരിക്കും എത്തിയിട്ടുള്ളത് ഒളപ്പമണ്ണ മന. ഒരുപാട് ചരിത്രങ്ങൾ കിടക്കുന്നത്, നമ്മൾ പ്രത്യേകിച്ച് നല്ല മലയാളത്തിൽ തന്നെ ഏറ്റവും നല്ല ഹിറ്റ് സിനിമകൾക്ക് പിറവിയെടുത്ത ഒരുപാട് സിനിമയുടെ ലൊക്കേഷനും കൂടിയാണ് ഒളപ്പമണ്ണ. പ്രത്യേകിച്ച് 6-ാം തമ്പുരാനിലും കുറച്ച് ഭാഗങ്ങളിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മനേൻ്റെ ഗേറ്റിൻ്റെ അടുക്കാൻ ഞാനുള്ളത്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് മലപ്പുറത്ത് തന്നെയുള്ള പെരിന്തൽമണ്ണയുള്ള നമ്മുടെ സഫീർ ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഈ ഒളപ്പമണ്ണയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാലും മന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ടാവും, ഒരുപാട് ചരിത്രങ്ങളുണ്ടാവും. ചരിത്രങ്ങൾ ഞാൻ എന്തായാലും വോയിസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ. പുറത്ത് എഴുതിയിട്ടുണ്ട് അന്യവാഹനങ്ങളകത്ത് പ്രവേശിക്കരുത്, സ്വകാര്യ സ്വത്ത് പൊതുവഴി എല്ലാം നല്ല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷിക്കപ്പെടും. ഇത് നമ്മളെ ഫ്രണ്ട് മലപ്പുറമുള്ള സഫീർ മൂപ്പറ കൂടിയാണ് നമ്മൾ ഇന്നത്തെ യാത്രയിൽ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഒളപ്പമണ്ണയിലെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കാണാം. 20 ഏക്കറിലാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത്. ഋഗ്വേദം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത MC നാരായണൻ നമ്പൂതിരിപ്പാട്, വേദ അധ്യാപകനായ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരെല്ലാം ഈ തറവാട്ടിലെ അംഗങ്ങളായിരുന്നു. വള്ളുവനാടൻ സാഹിത്യവും കലാപാരമ്പര്യങ്ങളും വളർത്തിയ പണ്ഡിതന്മാരുടെ തറവാട് കൂടിയാണ് ഈ മന. ലോകപ്രസിദ്ധനായ കർണാടക സംഗീതജ്ഞനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഈ മനയിലെ ശാസ്ത്രീയ സംഗീത അധ്യാപകനായിരുന്നു. ധാരാളം മലയാള സിനിമകൾക്ക് പശ്ചാത്തലമൊരുക്കിയിട്ടുണ്ട് ഈ മന. 15ഓളം സിനിമകൾക്ക് ഇവിടെ ലൊക്കേഷനായിട്ടുണ്ട്. മനയോട് ചേർന്നിട്ടുള്ള 2-3 തറവാടുകൾ കൂടി മലയാള സിനിമയിൽ ഭാഗമായിട്ടുണ്ട്. പരിണയം, നരസിംഹം, ഇലവങ്കോട് ദേശം, നരൻ, മാടമ്പി, ദ്രോണ, ആമി, ഒടിയൻ, വിനയൻ്റെ ആകാശഗംഗ, ഓട്ടോഗ്രാഫ്, തമിഴ് എന്നീ ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചതായിട്ട് പറയപ്പെടുന്നു. 6-ാം തമ്പുരാനിലെ വീടിൻ്റെ ഉൾഭാഗങ്ങൾ, അതുപോലെ എന്ന് നിൻ്റെ മൊയ്തീനിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീട് എന്നിവയെല്ലാം ചിത്രീകരിച്ചത് ഈ ഒരു മനയിലാണ്.